എന്താണ് ലക്ഷ്മി ചേച്ചിയും സിദ്ധിയും ശ്രീകുട്ടിയും നാട്ടിൽ പോയിക്കുക. അവരെ വെക്കേഷന് നാട്ടിൽ പോയിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ആരാണ് ഈ ലക്ഷ്മി ചേച്ചിയും ശ്രീതിയും കുഞ്ഞാറ്റയും ശ്രീകുട്ടിയൊക്കെ? അവര് എന്താ എൻ്റെ അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ഈ നവീൻ മാമ പറയണവര്. അപ്പം ലക്ഷ്മി ചേച്ചി എൻ്റെ ചേച്ചി പോലെ തന്നെയാണ്. കുഞ്ഞാറ്റയും ശ്രീകുട്ടിയൊക്കെ എൻ്റെ അനിയത്തി പോലെയാണ് ഞാൻ നോക്കാറ്. എനിക്ക് അവരെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ 3 മാസത്തിന് അവരുടെ വെക്കേഷൻ, നാട്ടിലത്തെ വെക്കേഷന് വന്നതാണ്. അപ്പോൾ ഇന്ന് അവർ പോവാണ്. അതിൻ്റെ കുറച്ച് വിഷമത്തിലാണ് ഞങ്ങൾ. പിന്നെ എന്താ 3 മാസം അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ കളിക്കും, അങ്ങനെ കുറേ കളിക്കും. അപ്പോൾ അതുകൊണ്ട് അപ്പം ഞങ്ങൾ അവരുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തത് കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞാറ്റ. അവളെ ചില സമയത്ത് സച്ചു എന്ന് വിളിക്കും, പിന്നെ അപ്പു എന്ന് ചില സമയത്ത് വിളിക്കും. അവൾ നല്ല നോട്ടിയാണ്. അപ്പോൾ അവളെ നല്ല പീച്ച് ഉമ്മ വയ്ക്കാറുണ്ട്. ഇന്നത്തെ ശ്രീകുട്ടി അവൾ കുറച്ച് ഷൈ ആണ്, പക്ഷെ സ്മാർട്ടാണ്. പക്ഷേ കുഞ്ഞാറ്റയെ പോലെ കമ്പനി ഒന്നും ആവില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കാണാനാണ് നവീമാമിയും ദിവ്യാൻ്റി, പിന്നെ അവരുടെ കസിൻ അർച്ചന മേമ. ഇതെൻ്റെ ചേച്ചി പറഞ്ഞിരുന്നില്ല, ലക്ഷ്മി ചേച്ചി. പിന്നെ ചേച്ചിയുടെ അടുത്ത് ഇരിക്കണ കുട്ടി ഭദ്രക്കുട്ടി, ആ കസിൻ രാജേഷ് മാമയുടെ, അതുപോലെ അർച്ചനയുടെ കുട്ടി. പിന്നെ അതിനുശേഷം പിന്നെ കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും കൂടി കളിച്ചു. എല്ലാവരും കൂടി സംസാരിക്കുകയായിരുന്നു. പിന്നെ അപ്പോഴേക്കും ഞങ്ങൾ കുറേ കളിച്ചു. കാരണം കുഞ്ഞാറ്റയുടെ കൂടെ ഞാൻ കുറേ കളിച്ചു. അവളെ ഞാൻ ഉമ്മ വെച്ചു, പീച്ച് ഉമ്മ വെച്ചു. പക്ഷെ അവളതൊന്നും മൈൻഡ് ചെയ്യാതെ അവളുടെ ഒറ്റക്കളിയിൽ. പിന്നെ ഉണ്ണിക്കുട്ടൻ അവിടെ ഫുട്ബോളൊക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ പാറു അതിനൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ കളിക്കാൻ കുറേ ചോദിച്ചു. പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം ഞാൻ കളിക്കാനൊക്കെ കൂടി. പിന്നെ കുഞ്ഞാറ്റയുടെ കൂടെ ഒളിച്ചു കൊണ്ട് കളിക്കാൻ കൂടി. പിന്നെ ഭദ്ര അപ്പോഴേക്കും വന്നു. അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ കളിച്ചു. അപ്പോഴേക്കും പാറു വന്നിട്ട് എന്നെ ഉമ്മ തന്നു, കെട്ടിപ്പിടിച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ അപ്പം ഇതാണ് ഞങ്ങളുടെ ദിവ്യാൻ്റി. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റിലൊക്കെ കൂടുന്ന ആളാണ്. എൻ്റെ ഫ്രണ്ട്സിനെക്കാട്ടിലും കൂടുതൽ എൻ്റെ കൂടെ വഴക്കൂടുന്നത് ദിവ്യാൻ്റിയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴല്ലേ എനിക്ക് കുറച്ച് തല്ലുകൂടാൻ ഒരാൾ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ അങ്ങോട്ട് കൊടുത്തു. ഇന്ന് രാവിലെ ഞാൻ നീച്ചത് ലക്ഷ്മി ചേച്ചി എന്നെ വന്ന് വിളിച്ചിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ പോയിട്ട് റെഡിയായ അവരുടെ വീട്ടിൽ പോവാൻ. കാരണം അവരുടെ പൂവല്ലേ, അപ്പോൾ കുറച്ച് നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുഞ്ഞാറ്റയും പാറു ലക്ഷ്മി ചേച്ചിയൊക്കെ റെഡിയായി. ഇനി ദിവ്യാൻ്റെയും അതുപോലെ അവരുടെ കൂടെ കസിനൊക്കെ പോകണ്ട. അവർ രണ്ടുപേരും റെഡിയായി കൊണ്ടിരിക്കുകയാണ്. അപ്പോഴുണ്ടാവില്ലല്ലോ, പല രീതിയിൽ അപ്പോഴുണ്ടാവില്ലല്ലോ. അപ്പൊ കിട്ടു അതേ കിട്ടു അതേ അച്ഛനെ വീട്ടിലെ പോകാതെ തലമുട്ടല്ല കേട്ടോ. ലഗേജ് 1 by 1 ആയിട്ട് എല്ലാം കാറിൽ കയറ്റിയായിരുന്നു. അപ്പോഴാണ് കുഞ്ഞാറ്റ പെട്ടിയുടെ മേലെ ചാടിക്കളിക്കുകയായിരുന്നു. പിന്നെ അവൾ എന്തൊക്കെയോ കാണിക്കാറുണ്ട്. അപ്പോൾ അവൾ വിടാൻ പോയപ്പോൾ ഞാൻ അവളെ പിടിച്ചു.
ഒക്കെ വണ്ടി കയറ്റി. അപ്പോൾ 2 കാറെടുത്തു. ഒരാൾക്ക് ഒരു വണ്ടിയിൽ ലഗേജ് എൻ്റെ അച്ഛൻ വണ്ടി എടുത്തു. അപ്പം ഞാനൊക്കെ അതിൽ പോയി. പിന്നെ കുറച്ച് ആൾക്കാർക്ക് വേറെ വണ്ടിയിലും അവരുടെ വണ്ടിയിലും പോയി. അപ്പം എല്ലാവരും ഇറങ്ങി വീട്ടിൽ നിന്ന്. അപ്പം ഞാനും ഇപ്പം അച്ഛനോട് കുറേ ചോദിച്ചു. അവസാനമാണ് അച്ഛൻ എന്നെ സമ്മതിച്ചത് എയർപോർട്ടിലേക്ക് അങ്ങോട്ടേക്ക് പോവാൻ. എല്ലാവരും ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും നല്ല വിഷമമായി. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ദിവ്യാന് നല്ലോണം കൺട്രോൾഡ് ആയിരുന്നു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു. അതൊന്നും ഈ വീഡിയോ ഇല്ല, കാരണം നല്ല സങ്കടമല്ലേ. അതുകൊണ്ട് ഈ വീഡിയോ എടുത്തിട്ടില്ല. ആ വീഡിയോ എല്ലാവരും എയർപോർട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ ഞാനും ഒപ്പം പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വെക്കേഷൻ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. എല്ലാവരെയും ഞാൻ മിസ് ചെയ്യും. കുഞ്ഞാറ്റേനെയും പാറുവിനെയും ലക്ഷ്മി ചേച്ചീനെയും ദിവ്യാൻ്റെയും ഒക്കെ മിസ് ചെയ്യും. ദിവസങ്ങൾ വേഗം പോട്ടെ. അടുത്ത വെക്കേഷൻ ആവണ വരെ ഞങ്ങൾ നല്ല മിസ് ചെയ്യും എല്ലാവരെയും. ടാറ്റാ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, അതുപോലെ കമൻറ്റും ചെയ്യണം.